ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A സെക്ഷൻ. അതായത് നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ച ഡൗട്ടുകളും അതുപോലെ തന്നെ നിങ്ങൾ DM-ലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പ് എങ്ങനെ മനസ്സിലാക്കും, എനിക്ക് നോർമൽ ആണോ കോമ്പിനേഷൻ ആണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. ചേച്ചി ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നമുക്കൊന്നുകൂടെ പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഫേസ് ഒരു ജെന്റിൽ ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ഇട്ട് കഴുകുക. കഴുകിയിട്ട് ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിന് ആ 30 മിനിറ്റ്സ് നിങ്ങൾ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്യരുത്. മോയ്സ്ചറൈസറോ ടോണറോ ഒന്നും അപ്ലൈ ചെയ്യാനും പാടില്ല. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഫേസിൽ എന്തെങ്കിലും വലിയുന്നതായിട്ട് നല്ല ഡ്രൈനെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് ഫേസിൽ ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറയും, അത് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഒക്കെ എടുത്ത് നമ്മുടെ ഫേസിലൊന്ന് വെച്ച് വെക്കാം. അപ്പോൾ ഫേസിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു കുറേ ഭാഗങ്ങളിൽ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ വെക്കുന്ന ഭാഗത്തെല്ലാം ഓയിൽനെസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിൻ ആയിരിക്കും. അതല്ല നിങ്ങൾ ഈ ഒരു നെറ്റിയുടെ ഭാഗത്തും പിന്നെ മൂക്കിന്റെ ഇവിടെ അതല്ലെങ്കിൽ നമ്മുടെ താടിയുടെ ഇവിടെ കവിളിന്റെ ഇവിടെയൊക്കെ മാത്രമേ നിങ്ങൾക്ക് ഒരു ഓയിൽനെസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് താടിയുടെ ഇവിടെ മാത്രം ഓയിൽനെസ് ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് വേറൊരു ടൈപ്പ് കോമ്പിനേഷൻ ആയിരിക്കും. ഇനി അടുത്ത് എങ്ങനെയാ വരണേന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓയിലി ആയിരിക്കും, പക്ഷെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ടീ സോണിൽ നിങ്ങൾക്ക് ഓയിൽനെസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡ്രൈ ആണെങ്കിൽ നിങ്ങളുടെ ഓയിലി ഡ്രൈ കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. അതല്ല നിങ്ങളുടെ താടിയുടെ ഭാഗത്ത് ഓയിലി തിരിച്ച് ടീ സോണിന്റെ അവിടെ ഡ്രൈനെസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഓയിലി കോമ്പിനേഷൻ ആയിരിക്കും. ഓയിലി ഡ്രൈ കോമ്പിനേഷൻ, ഡ്രൈ ഓയിലി കോമ്പിനേഷൻ അങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഓയിൽനെസ്സും ബാക്കിയുള്ള ഭാഗങ്ങൾ നോർമൽ ആയിട്ട് നിൽക്കുന്നെങ്കിൽ നോർമൽ കോമ്പിനേഷൻ ആയിരിക്കും. ഇവിടെയൊക്കെ ഡ്രൈനെസ്സും ഇവിടെ നോർമലും ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ നോർമൽ കോമ്പിനേഷൻ ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് വേണം നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട്. ഇനി നിങ്ങളത് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള സാധനങ്ങൾ വേണം സെലക്ട് ചെയ്യാനായിട്ട്. നല്ല മോയ്സ്ചറൈസേഴ്സ് എപ്പോഴും സെലക്ട് ചെയ്യുക. തിക്കായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഗ്ലിസറിൻ, സെറമൈഡ്സ്, ഹൈലറോണിക് ആസിഡ് ഒക്കെ കൂടുതലായിട്ട് നിങ്ങളുടെ മോയ്സ്ചറൈസറിലോട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഷിയ ബട്ടർ ഉള്ള സാധനങ്ങൾ. ഓയിലി ടൈപ്പ്, അത് ഓയിലി കോമ്പിനേഷൻ അതല്ലെങ്കിൽ ഓയിലി നോർമൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും ജെൽ ബേസ്ഡ് സാധനങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ മോയ്സ്ചറൈസർ എപ്പോഴും ജെൽ ബേസ്ഡ് ആയിരിക്കണം, സൺസ്ക്രീൻ മാക്സിമം ജെൽ ബേസ്ഡ് ആയിരിക്കണം, അതല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് ആയിരിക്കണം. അതല്ല നിങ്ങൾ ക്രീമി ടൈപ്പ് ലോഷൻ ടൈപ്പ് പ്രൊഡക്ട്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓയിൽനെസ് കൂടും. മാത്രമല്ല ഇങ്ങനത്തെ പ്രൊഡക്ട്സ് നമുക്ക് പെട്ടെന്ന് വിയർക്കുന്നതായിട്ടും ഒക്കെ തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനത്തെ ആക്റ്റീവ്സുകൾ നമ്മൾ ഈ സ്കിൻ ടൈപ്പിൽ എടുക്കണമെന്നാണ്. നിങ്ങൾക്ക് ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ഫോളിയേഷൻ ഏറ്റവും നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ് പോലെയുള്ളവയാണ്. അതല്ല നിങ്ങൾക്ക് നല്ല ഓയിലി ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഉള്ള പ്രൊഡക്ട്സ് ആണ്, ഫേസ് വാഷ് ഒക്കെ ആയിരിക്കും നല്ലത്. ഇനി വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡ്രൈ ഓയിലി കോമ്പിനേഷൻ ഉള്ളവർ എന്ത് ചെയ്യണമെന്ന്. നിങ്ങളുടെ ഡ്രൈ ഓയിലി കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ഓയിൽനെസ് ഉള്ളത് അവിടെ നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ അവിടെ മാത്രം കറക്റ്റ് ഡയറക്റ്റ് ഫേസ് വാഷിന്റെ കോൺസെൻട്രേഷൻ കൊടുക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങൾ ഫേസ് വാഷ് കഴുകിക്കളയുമ്പോൾ വെള്ളം പോലെ അത് മതി. കൂടുതലും നിങ്ങൾക്ക് ഡ്രൈ ആണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ള ഫേസ് വാഷുകൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞ കണക്ക് ചെയ്താലും മതി. പക്ഷെ ഗ്ലൈക്കോളിക് ആസിഡ് നമ്മൾ ഓയിൽനെസ് ഉള്ള സ്ഥലത്ത് ഇട്ടാലും കുഴപ്പമില്ല, കാരണം അതും നമ്മൾ ഓയിലുമായിട്ട് യാതൊരു ഓയിൽ പ്രൊഡക്ഷനായിട്ട് അത് ബാധിക്കത്തില്ല. സോ ഗ്ലൈക്കോളിക് ആസിഡ് നിങ്ങൾക്ക് അല്ലാണ്ട് യൂസ് ചെയ്യും. ഇത്രയും പറഞ്ഞു. ഇനി നമ്മൾ എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് സെൻസിറ്റീവ് സ്കിൻ. എങ്ങനെയാണ് നിങ്ങളുടെ സെൻസിറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് സ്കിന്നിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചെറിയ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് ചെയ്യാൻ നിങ്ങളുടെ സ്കിൻ കെയറിലോ അതല്ലെങ്കിൽ നിങ്ങൾ വെള്ളമോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ റെഡിഷ്നെസ് വരും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഫേസിലോട്ട് അപ്ലൈ ചെയ്താലും നമുക്ക് റെഡിഷ്നെസ് വരും. അത് നമ്മളായിട്ട് വരുത്തുന്നതല്ല. ഇപ്പൊ ഇൻകേസ് നിങ്ങൾ പണ്ട് തൊട്ടേ നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സെൻസിറ്റീവ് സ്കിന്നിലെ ഓയിൽനെസ്സും സെൻസിറ്റീവ് സ്കിന്നിലെ ഡ്രൈനെസ്സും നോർമലും ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം ജെന്റിൽ ആയിട്ടുള്ള പ്രൊഡക്ട്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹൈലറോണിക് ആസിഡ്, അസലിക് ആസിഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ട് സ്കിൻ കെയറിലോട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്തുകൊണ്ട് അസലിക് ആസിഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അസലിക് ആസിഡ് ഒരുപാട് സ്കിൻ ഇറിറ്റേഷൻസ് തരത്തില് എന്നാൽ അത്യാവശ്യം ഹൈപ്പർ പിഗ്മെന്റേഷനും പിമ്പിൾസും ഒക്കെ മാറ്റാനും സ്കിൻ ഡ്രൈ ഔട്ട് ചെയ്യാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്
ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. Q&A നമുക്ക് പറയുമ്പോൾ ഇത്രയൊക്കെ പറയാൻ ലിമിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു വീഡിയോ കൊടുക്കുക, അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ചേച്ചി എനിക്ക് 17 വയസ്സൊക്കെ ആയിട്ടുള്ളൂ, പക്ഷേ എൻ്റെ മൗത്തിന്റെ അറൗണ്ട് ഏരിയാസിൽ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നുണ്ട്. അപ്പൊ അത് മാറ്റാനായിട്ട് ഞാൻ എന്ത് യൂസ് ചെയ്യണം? കാരണം ഞാൻ തന്നെ പറഞ്ഞു, കോജിക് ആസിഡൊക്കെ നമ്മൾ 18 ഇയേഴ്സ് എബോ ആയിട്ട് യൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കാം. ടീനേജേഴ്സിലൊക്കെ ആയാലും നമുക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ, പിന്നെ നമ്മൾ എക്സസീവ് ആയിട്ട് മൗത്ത് ലിക്കിംഗ് നടത്തുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഈ ഒരു മൗത്ത് അറൗണ്ടിൽ ഡാർക്ക്നെസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഹെറിഡിറ്ററി ആയിട്ട്, അതായത് നിങ്ങൾ പേരൻസിന് ആ ഒരു ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇങ്ങനെ കുറെ റീസൺസ് കാരണം നമുക്ക് മൗത്തിന്റെ അറൗണ്ടിൽ ടീനേജേഴ്സിന്റെ ടൈമിൽ ഡാർക്ക്നെസ് വരാനുള്ള ചാൻസ്. പിന്നെ അടുത്തൊരു കോമൺ ഫാക്ടർ ഇതിൽ എല്ലാവർക്കും വരുന്നതാണ് നമ്മൾ സൺ ഡാമേജ്. സൺ ടാൻ അടിച്ചിട്ട് നമുക്ക് ആ ഡാർക്ക്നെസ് വരാം. ഫസ്റ്റ് ഇതിനകത്ത് ആറിൽ ഏതാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെ ആണെങ്കിൽ ബാക്കിയെല്ലാം റൂൾ ഔട്ട് ചെയ്തിട്ട് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, ഹോർമോൺ ഡെഫിഷ്യൻസിയിലോട്ടൊക്കെ പോയാൽ മതി. കാരണം അതിന് എന്തായാലും ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് നമുക്ക് അത്യാവശ്യമായിട്ട് വരും. അപ്പൊ അത് ഏതാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ന്യൂട്രീഷനും അതുപോലെ ഹോർമോണിലൊക്കെ ആണെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് തന്നെ ഒരുവിധം ടാക്കിൾ ചെയ്യാം. എക്സസീവ് ആയിട്ടുള്ള മൗത്ത് ലിക്കിംഗ് ആണെങ്കിൽ അത് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ചലൈവ കുറച്ച് അസിഡിക് നേച്ചർ ഉള്ളതാണ്. അത് കിട്ടി നമ്മൾ ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു അസിഡിറ്റി കാരണം നമ്മുടെ അറൗണ്ട് ഏരിയാസിൽ, മൗത്തിന്റെ അറൗണ്ട് ഏരിയാസിൽ ഇറിറ്റേഷൻസ് വരുന്ന കാരണം നമുക്ക് ഡാർക്ക്നെസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ സ്പൈസി ഫുഡ്, എക്സസീവ് ആയിട്ട് സ്പൈസി ഫുഡ്സ് കഴിക്കുകയാണെങ്കിലും നമുക്ക് ആ ഡാർക്ക്നെസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി വിട്ടുപോയതാണ്, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കും. സൺ ഡാമേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇനി ഇത്രയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുവിധം റീസൺസ് മനസ്സിലായില്ല. ഇനി നമുക്ക് ഇങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. അതിന് ഇപ്പൊ ടീനേജേഴ്സിന്റെ ടൈമിൽ ഏറ്റവും നല്ലത് അസലിക് ആസിഡ് ക്രീമാണ്. അസലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്. അതായത് നമുക്ക് സ്കിന്നിൽ അല്ലെങ്കിൽ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ തരുന്നത് മെലാനിൻ എന്ന് പറയുന്ന സാധനമാണ്. നമുക്ക് കളർ തരുന്നത് മെലാനിൻ ആണ്. ഈ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെലാനോസൈറ്റ്സ് എന്ന് പറയുന്ന കുറെ സെല്ലുകളിൽ നിന്നാണ്. പക്ഷെ ഈ സെല്ലിൽ നിന്ന് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ സെല്ലിന് ഒരു സിഗ്നൽ കൊടുക്കണം. ആ സിഗ്നൽ കൊടുക്കുന്നതാണ് ടൈറോസിനേസ് എന്ന് പറയുന്ന സാധനം. ഈ ടൈറോസിനേസ് എന്ന് പറയുന്ന സാധനം സെല്ലുകൾക്ക് സിഗ്നൽ കൊടുക്കാത്തടത്തോളം കാലം നമുക്ക് മെലാനിൻ പ്രൊഡക്ഷൻ വരത്തില്ല. എന്തെങ്കിലും സ്റ്റിമുലേറ്റ്സ് ആയിട്ട് സൺ ഡാമേജ് വന്നു, അതൊരു സ്റ്റിമുലസ് ആണ്. ഈ സ്റ്റിമുലസ് കാരണം നമ്മുടെ ടൈറോസിനേസ് വർക്ക് ചെയ്യാൻ തുടങ്ങും. എൻസൈം വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഈ എൻസൈം വന്നിട്ട് മെലാനോസൈറ്റിന് ഇൻഫർമേഷൻ കൊടുക്കും, സൺ ഡാമേജ് വന്നിട്ടുണ്ട്, നീ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്തു വന്നു. അപ്പോഴാണ് മെലാനോസൈറ്റിൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റിമുലസ് വർക്കിംഗ് ആണ്. പക്ഷേ ഈ സിഗ്നൽ ഇവിടെ എത്തിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്തായാലും ഇവിടെ സാധനം എത്തും, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഇവിടെ ഓൾറെഡി സിഗ്നലിന് പൊക്കോണ്ടിരിക്കും. ഈ സിഗ്നൽ നമുക്ക് തടയണം. ഇവിടെ വെച്ചിട്ടല്ലേ കാര്യം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ടൈറോസിനേസിന് തടയാനായിട്ട് ടൈറോസിനേസ് ഈ ഇൻഹിബിറ്റർ എന്ന് പറയുന്ന സാധനം കൊണ്ട് ഇതിന്റെ ഇടയിലോട്ട് വെക്കും. ഈ ഇൻഹിബിറ്ററുകൾ പ്രധാനമായിട്ട് 5 എണ്ണമാണ് ഉള്ളത്. അസലിക് ആസിഡ്, കോജിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ്, പിന്നെ ആൽഫ ആർബിറ്റിൻ, പിന്നെ നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് 5ആണ് നമ്മൾ മെയിൻ ആയിട്ട് സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ്. അതിനകത്ത് നമുക്ക് അസലിക് ആസിഡ് ആണ് ടീനേജിന്റെ ടൈമിൽ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻകാർക്ക് അല്ലെങ്കിൽ പ്രഗ്നൻസി സേഫ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രാൻഎക്സാമിക് ആസിഡ് കുഴപ്പമില്ല, പക്ഷെ സ്റ്റിൽ നമുക്ക് അസലിക് ആസിഡ് തന്നെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത് രണ്ടിലേതെങ്കിലും. പിന്നെ ഇന്ത്യൻ സ്കിന്നിൽ കുറച്ചും കൂടെ വർക്ക് ചെയ്യുന്ന അസലിക് ആസിഡ് ആണ്, അത് ഫസ്റ്റ് മനസ്സിലാക്കാം. ഈ അസലിക് ആസിഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സ്കിന്നിലോട്ട് ഇറങ്ങി ചെല്ലുമല്ലോ ഡെഫിനറ്റ്ലി. അപ്പൊ ഈ മെലാനിന്റെ പ്രൊഡക്ഷന് വേണ്ടി വരുന്ന ആ ഒരു സിഗ്നൽ ഉണ്ടല്ലോ, ടൈറോസിനേസിന്റെ സിഗ്നൽ, അതിനെ അങ്ങ് തടയും. അപ്പൊ ഇവിടുന്ന് മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അത് കാരണം നമുക്ക് വീണ്ടും ഫെർദർ ആയിട്ട് വരുന്ന ഡാമേജുകളെ തടയാൻ പറ്റും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ സിഗ്നൽസ് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് സ്കിൻ സൈക്ലിങ്ങിലൂടെ ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ചെറുതായിട്ട് മാറിക്കൊണ്ടും വരും. ഇനി സിഗ്നൽസ് എത്തിക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ റീസൺ കണ്ടുപിടിക്കുക, അതനുസരിച്ച് അതിന് എന്താണോ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക എന്നുള്ളത്. സൺ ഡാമേജ് ആണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹോർമോൺ റിലേറ്റഡ് മെഡിക്കേഷൻ സൈഡ് എഫക്ട്സ് ആണെങ്കിൽ അത് മെഡിക്കേഷൻ നിർത്തുമ്പോൾ കുറയും. ഹോർമോൺ റിലേറ്റഡ് ആണെങ്കിൽ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. ലിക്കിംഗ് ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. സ്പൈസി ഫുഡ് ആണെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള സ്പൈസി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. ഹെറിഡിറ്ററി ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി കുറച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഓൾറെഡി വന്നതിനെ മാറ്റാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലൈക്കോളിക് ആസിഡ്. ടീനേജേഴ്സിന് നമുക്ക് ഡെഫിനറ്റ്ലി 6% ഗ്ലൈക്കോളിക് ആസിഡ് നിങ്ങൾ യൂസ് ചെയ്തോ എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് വേണമെങ്കിൽ വീക്കിലി 3 times ഒക്കെ 1% ഗ്ലൈക്കോളിക് ആസിഡ് സിറം ലോറിയൽ പാരിസിന് കിട്ടും. അത് ട്രൈ ചെയ്ത് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ
നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡിന്റെ ഫേസ് വാഷുകളില്ലേ അത് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ 17 ഇയേഴ്സിന് അബോവ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടോണേഴ്സ് വീക്കിലി വൺസ് ഒക്കെ ട്രൈ ചെയ്ത് ട്രൈസ് പറയത്തില്ല, വൺസ് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ സ്റ്റിൽ ഞാൻ പറയും ഫേസ് വാഷ് ആണ് ബെസ്റ്റ്. കാരണം സ്കിന്നിൽ നിൽക്കത്തില്ല, നമ്മൾ കഴുകി കളയല്ലേ. അതുകൊണ്ട് അതായിരിക്കും കുറച്ചും കൂടെ സേഫ്. നിങ്ങളുടെ സ്കിൻ പുതിയ സ്കിന്നാണ്, അപ്പൊ വന്നുകൊണ്ടിരിക്കുന്നില്ല, മെച്യൂരിറ്റി കിട്ടിയിട്ടില്ല ഇത്രയും വലിയ ആസിഡ്സ് ടോളറേറ്റ് ചെയ്ത് നിർത്താനായിട്ട്. അപ്പം ഫേസ് വാഷിലോട്ട് നോക്കാം. നിങ്ങൾ നൈറ്റിൽ എപ്പോഴും ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, നൈറ്റിൽ മാത്രം. അപ്പൊ എന്തെന്ന് വെച്ചാൽ മൈൽഡ് ആയിട്ട് എക്സ്ഫോളിയേഷൻ നടക്കും. ഗ്ലൈക്കോളിക് ആസിഡ് ടൈറോസിനേസ് ഇൻഹിബിറ്റർ മാത്രമല്ല ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റും കൂടെയാണ്. അതായത് നമ്മുടെ ഡെഡ് സ്കിന്നിനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു ബോണ്ടിനെ തകർക്കുകയും നമ്മളെ പുതിയ സ്കിൻ പുറത്തു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാധനമാണ് ഗ്ലൈക്കോളിക് ആസിഡ്. സോ അത് കാരണം നമ്മൾ നൈറ്റിൽ മാത്രം ഗ്ലൈക്കോളിക് ആസിഡ് വൺസ് മാത്രം യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാനായിട്ട് ചെറിയ രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ അസിലിക് ആസിഡും കൂടെ യൂസ് ചെയ്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് പ്രോപ്പർ വേയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളത് യൂസ് ചെയ്ത് 3 ദിവസമോ 3 ആഴ്ചയോ കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു വരട്ടെ. ഇത് നമ്മൾ നന്നായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു റിച്വൽ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കി 3 months ഒക്കെ ആകുമ്പോഴേ നമുക്ക് വിസിബിൾ റിസൾട്ട്സ് പോലും കാണാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം അതിന് അതിൻ്റെതായിട്ടുള്ള ടൈം ഉണ്ട്. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ഇത്ര ആഴ്ചയൊക്കെ വർക്കൗട്ട് ചെയ്താലും നമുക്ക് ആ ഒരു ഫസ്റ്റ് ആപ്പെങ്കിലും കണ്ടു തുടങ്ങുള്ളൂ. എക്സാക്ട്ലി സെയിം ആണ് ഇതിന്റെ കാര്യത്തിൽ, നമ്മുടെ സ്കിൻ കെയറിന്റെ കാര്യത്തിൽ. അപ്പൊ ഇന്ന് ഞാൻ ബേസിക്കലി 2 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. ഒന്ന് നമ്മൾ ഈ ടീനേജേഴ്സിന്റെ ടൈമിലും റൗണ്ട് മൗത്തിൽ വരുന്ന ബ്ലാക്ക്നെസിന്റെ കാര്യം, പിന്നെ നമ്മൾ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനും അതനുസരിച്ചുള്ള പ്രൊഡക്റ്റ് സെലക്ഷൻ എങ്ങനെയാണെന്നുള്ളത്. അല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് ചെയ്യാൻ പറ്റും. അതെനിക്കറിയാം, ഞാൻ ഇപ്പൊ പ്രാവശ്യം ചിലപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ടാവില്ല. അതിന്റെ കാരണം നമ്മൾ ഓണമായിട്ട് കുറച്ച് നേരത്തെ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഓണത്തിന് ശേഷം വരുന്ന അടുത്ത Q&Aയിൽ നമുക്ക് നിങ്ങൾ ഇനി ശേഷം പറയുന്ന ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതായത് ഒരു സാറ്റർഡേക്കൊക്കെ ശേഷമുള്ള ഡൗട്ട്സുകൾ നമുക്ക് നെക്സ്റ്റ് Q&Aയിൽ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടല്ല ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സാരിക.